ദൈവനാമത്തപ്പെടട്ടെ. എത്ര പേര് ഇന്ന് ഈ പകലിൽ ക്രിസ്തുയേശുവിൽ സന്തോഷമായിരിക്കുന്നു? എല്ലാവരും ക്രിസ്തുയേശുവിൽ സുഖവും ശുഭവുമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് സങ്കീർത്തനങ്ങൾ 91:11 ഇങ്ങനെ വായിക്കുന്നു: നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. അതെ, എന്നെ കേൾക്കുന്ന ദൈവവൈതലെ, ഏതെങ്കിലും മേഖലകളിൽ എന്നെ കേൾക്കുന്ന വ്യക്തികൾ ഭയത്തിൽ കൂടെ കടന്നു പോകുന്നെങ്കിൽ ഇന്ന് ഈ പകലിൽ പരിശുദ്ധാത്മാവ് ഈ വചനത്തിൽ കൂടി നിങ്ങളോട് ദൂതറിയിക്കുന്നു. അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിങ്ങളുടെ വിഷയത്തിന്മേൽ ദൂതൻ ഇറങ്ങേണ്ട മേഖലകളാണെങ്കിൽ ഇന്ന് ഈ പകലിൽ ദൂതൻ ഇറങ്ങി വിടുവിച്ചിരിക്കും. നിങ്ങൾ ഒന്നിനെ പറ്റിയിട്ടും ഭയപ്പെടേണ്ട, ഭാരപ്പെടേണ്ട കേട്ടോ. ഗിദെയോന്റെ ദൈവം നമ്മുടെ ദൈവമാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 6:16 ഇങ്ങനെ വായിക്കുന്നു: യഹോവ അവനോട്, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, നീ മിദ്യാന്യരെ ഒറ്റ മനുഷ്യനെ പോലെ തോൽപ്പിക്കും എന്ന് കൽപ്പിച്ചു. അതെ, ഇന്ന് ഈ പകലിൽ നിങ്ങളുടെ വിഷയത്തിന്മേൽ കൂടെ ദൈവം ഉള്ളത് കൊണ്ട് ഒറ്റ മനുഷ്യനെ പോലെ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഈ വിഷയം ജയിച്ചിരിക്കുന്നു എന്ന് വിശ്വസിച്ചാട്ടെ. ഇന്ന് ഈ പകലിൽ ഈ വചനം ഏറ്റെടുക്കുന്നെങ്കിൽ കാലഘട്ടം, വരുന്ന ദിവസം അത് തെളിയിച്ചിരിക്കും. സ്വർഗം അത് തെളിയിച്ചിരിക്കും. വിശ്വസിക്കുന്നെങ്കിൽ ആമേൻ പറഞ്ഞ് ഏറ്റെടുത്താട്ടെ. ദൂതൻ ഇറങ്ങേണ്ട മേഖലകളാണെങ്കിൽ പിന്നെയും നിങ്ങളോട് ഇന്ന് ഈ പകലിൽ ഈ വചനം മുറുകെ പിടിച്ച് ഞാൻ പറയുന്നു, ദൂതൻ ഇറങ്ങി വിടുവിക്കേണ്ട മേഖലകളാണെങ്കിൽ നിശ്ചയമായിട്ടും ദൂതൻ നിങ്ങളുടെ ജീവിതത്തിന്മേൽ ഇറങ്ങി വിടുവിച്ചിരിക്കും. എന്ത് തന്നെ വിഷയമായിക്കോട്ടെ, ഈ വചനം മുറുകെ പിടിച്ചാട്ടെ. ആരിലുമല്ല നിങ്ങൾ പൂർണ്ണമായി ആശ്രയിക്കേണ്ടത്, ആരിലുമല്ല നിങ്ങളുടെ കരം മുറുകെ പിടിക്കേണ്ടത്. എൻ്റെ കർത്താവിൻ്റെ കരത്തിലത്ര, എൻ്റെ കർത്താവിൻ്റെ വചനത്തിലത്ര നിങ്ങൾ മുറുകെ പിടിക്കേണ്ടത്. അതെ, ദൈവത്തെ മുറുകെ പിടിച്ചിരിക്കുന്ന ദൈവവൈതലാണോ, നിങ്ങൾ തളർന്നു പോകത്തില്ല. നിങ്ങൾ ഒരു പ്രതിസന്ധിയും കണ്ട് ഭയപ്പെട്ടു പോകത്തില്ല, ഭാരപ്പെട്ടു പോകത്തില്ല. ദൂതൻ നിങ്ങളുടെ വിഷയത്തിനായി ഇറങ്ങുന്നു. ആമേ, സ്തോത്രം. മിദ്യാന്യ ശക്തികളെ തകർത്ത് കളയുന്ന ദൈവത്തിന്റെ പ്രവർത്തികൾ, ദൈവത്തിന്റെ കരം ഇന്നീ പകലിൽ വെളിപ്പെടുന്നു. ഒരു ദുരാത്മമണ്ഡലവും നിങ്ങളെ ഒന്നും ചെയ്യുവാൻ സാധിക്കത്തില്ല. കാരണം എന്താ? ദൈവം കൽപ്പിച്ചാക്കിയ ദൂതന്മാർ നിങ്ങൾക്ക് ചുറ്റും നിൽപ്പുണ്ട്. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചാട്ടെ. ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏത് പ്രതിസന്ധി ആയിരുന്നാലും സ്വർഗത്തിൽ ദൈവം തൻ്റെ ദൂതന്മാരെ കൽപ്പിച്ചാക്കിയിരിക്കുന്നു. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവെ, നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവെ, അടിയനെ കേട്ടുകൊണ്ടിരുന്നവർ ഏതെങ്കിലും പ്രതിസന്ധിയുടെ മുഖത്തായിരിക്കുന്നെങ്കിൽ, ദൂതൻ ഇറങ്ങേണ്ട വിഷയമാണെങ്കിൽ ദൂതൻ ഇറങ്ങി സ്വർഗത്തിലെ ദൈവം അവരെ ആ പ്രതിസന്ധിയിൽ നിന്നും പുറത്തു കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഒരിക്കൽ കൂടി അടിയനെ ഈ വചനം ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാ മക്കളെയും ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് അവരോട് ശക്തമായി ഇടപെട്ട് കർത്താവ് വിടുതലിനെ ദൈവം കൽപ്പിച്ചാക്കിയതിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. ദൂതന്മാർ അവരുടെ വിഷയത്തിന്മേൽ ഇറങ്ങിയതിനായിട്ട് നന്ദി, കാര്യങ്ങളെ കൈകാര്യം ചെയ്തതിനായിട്ട് നന്ദി പറയുന്നു. സകലമാനവും മഹത്വം എൻ്റെ ദൈവത്തിന് ആൾക്കാർ ജീവൻ തന്ന യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം ഏവരെയും സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ.